ഫിഫ ക്ലബ് ലോകകപ്പിൽ റയൽ മാഡ്രിഡ് ക്വാർട്ടർ റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ യുവന്റസിനെ പരാജയപ്പെടുത്തിയാണ് റയലിന്റെ മുന്നേറ്റം. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയൽ വിജയിച്ചത്. യുവതാരം ഗോൺസാലോ ഗാർഷ്യ 54-ാം മിനിറ്റിൽ നേടിയ ഹെഡർ ഗോളാണ് റയൽ മാഡ്രിഡിന് വിജയം സമ്മാനിച്ചത്. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ക്രോസിൽ നിന്നാണ് ഗാർഷ്യ പന്ത് വലയിലെത്തിച്ചത്. ഈ ഗോൾ റയലിന്റെ വിജയം ഉറപ്പിച്ചു. പരിക്ക് കാരണം ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ നഷ്ടമായ എംബാപ്പെ കളിയുടെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി കളത്തിലിറങ്ങി. ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 5-ന് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ മെക്സിക്കൻ ക്ലബ് മോൺട്രിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. സെർഹോ ഗുയിറാസിയുടെ ആദ്യ പകുതിയിലെ ഇരട്ട ഗോളുകളാണ് ഡോർട്ട്മുണ്ടിന് വിജയം സമ്മാനിച്ചത്. 14-ാം മിനിറ്റിലും 24-ാം മിനിറ്റിലും കരീം അഡയാമയുടെ അസിസ്റ്റിൽ ഗുയിറാസി നേടിയ ഗോളുകളോടെ ജർമ്മൻ ടീം ആദ്യ പകുതിയിൽ മികച്ച ലീഡ് നേടി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജർമ്മൻ ബർട്ടാറാമെ മോൺട്രിക്കായി ഒരു ഗോൾ മടക്കിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും അവർക്ക് സമനില ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.